മുൻകാലങ്ങളിൽ നമുക്കറിയാം ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥകൾ പലതും കുപ്രചരണം കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച ഒരു സാഹചര്യത്തിലായിരുന്നു. യെസ് കുസുമി ബി ജെ പിക്ക് വേണ്ടി വാദിക്കുമ്പോൾ തട്ടം നിർബന്ധം, അല്ലെങ്കിൽ തട്ടം പേടി. എന്തൊരവസ്ഥ, എന്തൊരവസ്ഥ, എന്തൊരവസ്ഥ ഇത്! ചാണകത്താത്ത തുടങ്ങിക്കോളൂ. അതിൽ നിന്നും വിഭിന്നമായിട്ട് ഈ ഇലക്ഷനിൽ മൈനോറിറ്റി വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം വീടുകളിൽ കയറുമ്പോൾ നമുക്കൊരു ശുഭാന്തരീക്ഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും നമ്മളെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ്. കാരണം ഇവിടെയുള്ള ഭരണം, അതായത് കേരളത്തിൻ്റെ ഭരണം കൊണ്ട് അവർ ഏറെക്കുറെ മടുത്തു കഴിഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കി വിദ്യാസമ്പന്നരായ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ അവർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. അയ്യോ എൻ്റെ പൊന്നാര ചാണകത്താത്ത, അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ ഒന്നും അല്ല. നിങ്ങളെയൊക്കെ പേടിച്ചിട്ടാ. നിങ്ങൾ എന്തും പറയും, എന്തും പ്രവർത്തിക്കും എന്നുള്ള ഒരു പേടി മുസ്ലിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ്. അത് മാത്രമല്ല, വരുന്നവൻ ശത്രുവാണെങ്കിലും, വീട്ടിലേക്ക് വരുന്നവൻ ശത്രുവാണെങ്കിലും അവരെ ഇരുകൈ സ്വീകരിച്ച് വീട്ടിൽ മര്യാദ കൊടുക്കണമെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, ശത്രുവാണെങ്കിൽ കൂടി. അതുകൊണ്ടും കൂടി മാത്രമാണ്. അല്ല, താത്ത വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. അർത്ഥം പറ താത്ത. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ സ്വീകാര്യമായിട്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ആരാണോ അവരോട് കൂടെ നിൽക്കാൻ അവർ തയ്യാറാവുന്ന ഒരു തരത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള റിയാക്ഷനാണ് ഓരോ സ്ഥലത്തുനിന്നും നമുക്ക്. പണത്തിനു വേണ്ടി ഇതുപോലുള്ള വേഷധാരവും ഇട്ടുകൊണ്ട്, മുസ്ലിം എന്നുള്ള പേരും വെച്ചുകൊണ്ട്, ഇതുപോലെ മുസ്ലിങ്ങളുടെ വേഷം ഇട്ടുകൊണ്ട് എന്ത് നാറിത്തരും തെണ്ടിത്തരും പറയും യാതൊരു ഉളുപ്പും മടിയില്ലാത്ത ഇതുപോലുള്ള സ്ത്രീകളെ മുസ്ലിം സമുദായം പേടിക്കണം, സൂക്ഷിക്കണം. ഇതുപോലുള്ള സ്ത്രീകളാണ് മുസ്ലിങ്ങളുടെ ശത്രു. ഇസ്ലാം മതത്തിൻ്റെ അല്ല. മതത്തിന് ഇതുകളെ പോലുള്ള നാറികളൊന്നും വിചാരിച്ചൊരു തേങ്ങ ഒന്നും സംഭവിക്കാൻ പോണില്ല. മുസ്ലിം ജനത്തിന്റെ ശത്രു ഇതുപോലുള്ള ചാണകത്തിലെ കീടങ്ങളാണ്. അത് കരുതിയിരിക്കുക. എല്ലാ മുസ്ലിങ്ങളും അത് തിരിച്ചറിയുക എന്ന് മാത്രമേ എനിക്കിതിൽ കൂടെ പറയാനുള്ളൂ.